നമ്മൾ നോർമലി ഇപ്പോൾ UK പോലത്തെ കൺട്രികളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ദർ ഇസ് നോ പ്രോസസ്സിങ് ചാർജസ് അല്ലേ. പക്ഷേ ജർമ്മനിയിൽ എപ്പോഴും ഒരു പ്രോസസ്സിങ് ചാർജസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. യെസ്. അപ്പോൾ അത് ഓരോ കൺസൾട്ടൻസിക്കും ഓരോ തരത്തിലാണ്. യെസ്. അപ്പോൾ എൻമൈൻസ് പ്രോസസ്സിങ് ചാർജിൽ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുത്തിയിട്ടില്ല, ഇൻക്രീസും ചെയ്തിട്ടില്ല, ഡ്രാസ്റ്റിക്കലി ഡിക്രീസും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ വാട്ട് ഐ എം സീയിങ് ഈസ് ഒരു പ്രൈസ് വോറാണ്. ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിങ് ചാർജസിൽ അഡ്മിഷൻ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു തരത്തിലുള്ള പ്രൊമോഷൻസ് പല കൺസൾട്ടൻസീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്റ്റുഡൻറ്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ഈ പ്രോസസ്സിങ് ചാർജ് എന്നുള്ള തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് ഇതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്? നമുക്കിതിനെ 2-3 തരത്തിൽ നോക്കിക്കാണാം. ഒന്ന്, കേരളത്തിന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സിനാരിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UK ആയിരുന്നു മെയിനായിട്ട് ഇവിടുന്ന് സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ. കാനഡ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു, അയർലൻഡ് ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. റൈറ്റ്. ഇതിൽ കാനഡ ഡെഫിനറ്റ്ലി ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ പോകുന്നില്ല. UK സിറ്റുവേഷൻസ് അത്ര നല്ലതായിട്ട് കാണുന്നില്ല. അയർലൻഡും കമ്പാരിറ്റീവ്ലി ഡൗൺ ആണ്. ആൻഡ് ഓൾസോ ഓസ്ട്രേലിയ ആൻഡ് ഓൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഒരു അട്രാക്റ്റീവ് റീജിയനായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനായിട്ട് ജർമ്മനി എമേർജ് ആവാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 2 വർഷമായി. അത് നമുക്ക് ജർമ്മനിയിലേക്കുള്ള വിസ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ബാക്ക് ഇൻ 2022 ഓൾമോസ്റ്റ് ഒരു 2.5 lakhs ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2025 ആവുന്ന സമയത്തേക്ക് അതൊരു 4.5 lakhsൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത്രയും ഇന്ത്യൻ സ്റ്റുഡൻസ് ജർമ്മനിയിലുണ്ട്, സർപാസിങ് ചൈന. അത്രയും കാലം ചൈനീസ് ആയിരുന്നു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഏറ്റവും അധികം ജർമ്മനിയിലുള്ളത്. സോ ഇങ്ങനെ വരുന്ന സമയത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി ട്രഡീഷണലായിട്ട് UK പോലത്തെ കൺട്രീസ് ചെയ്തു വന്നിരുന്ന പല ആൾക്കാരും പല കൺസൾട്ടൻസീസും ജർമ്മനിയിലേക്ക് വന്നു തുടങ്ങി. റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഡിമാൻഡ് ഉണ്ടല്ലോ, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ മാർക്കറ്റിൽ ഇത് വരുന്ന സമയത്തേക്ക്. അപ്പം സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ കൺസൾട്ടൻസീസ് മുന്നേ എത്രയധികം ആൾക്കാർ ഒറ്റയടിക്ക് ജർമ്മനി ചെയ്യാൻ തുടങ്ങിയ സമയത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി പോകുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് ലിമിറ്റഡ് ആണ്. പക്ഷേ കൺസൾട്ടൻസീസിൻ്റെ എണ്ണം അത്രയധികം കൂടി. സോ ദാറ്റ്സ് വെയർ ഇപ്പം മെൻഷൻ ചെയ്ത പ്രൈസ് വാർ സ്റ്റാർട്ടായത്. ബാക്ക് ഇൻ ഒരു കഴിഞ്ഞ വർഷം വരെയൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 ഉള്ള സിനാരിയോ, അതായത് നമ്മൾ വെൻ എൻമൈൻ സ്റ്റാർട്ടഡ് ആ ഒരു സിനാരിയോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അതായത് ജർമ്മനി പ്രോസസ്സ് ചെയ്തുകൊണ്ട് കൊടുത്തിരുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരുന്നു. അന്ന് പല ആൾക്കാരുടെയും പല കൺസൾട്ടൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, ഞങ്ങളൊരു കോഴ്സ് എടുത്തു തരും, അതിലേക്ക് നിങ്ങൾ പോയിക്കോളാം, നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് എഡ്യൂക്കേഷൻ കിട്ടുന്നത്, ഇതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ദാറ്റ് വാസ് ദ സിനാരിയോ ദെൻ. ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റണം എന്നുള്ളതായിരുന്നു ബാക്ക് ആ ഒരു എൻമൈൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേക്ക്. ദാറ്റ് വാസ് മൈ തോട്ട് പ്രോസസ്സ്. ഓക്കെ. അപ്പം അന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 തൊട്ടിട്ട് 7.5 lakhs വരെ പ്രോസസ്സിങ് ഫീ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈവൻ ഹയർ ദാൻ ദാറ്റ്. യു ഡോണ്ട് ബിലീവ് ആക്ച്വലി. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് 7.5 lakhs, ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഓൾമോസ്റ്റ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു വർഷത്തെ ഫീസായി അത്. അത്രയും ചാർജ് ചെയ്യുന്ന കൺസൾട്ടൻസീസ് ഇവിടെയുണ്ട്. ഇവരെല്ലാവരും കൊടുക്കുന്ന സർവീസസ് ഒന്നാണോ എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് ഒരേ പ്രോസസ്സ് തന്നെയാണല്ലോ. അതായത് 50,000 കൊടുത്താലും കിട്ടുന്നതും 7.5 lakhs കൊടുത്താലും കിട്ടുന്നതും ഒന്ന് തന്നെയാണല്ലോ. ഇവിടെയാണ് ആക്ച്വലി ഈ പ്രൈസ് വാറിനെ സംബന്ധിച്ച്, അതായത് സ്റ്റുഡൻസ് എപ്പോഴും അല്ലെങ്കിൽ പാരൻസ് എപ്പോഴും എന്തുകൊണ്ടാണ് ഇത്ര ചാർജ് ചെയ്യുന്നത്, അവരത്രയല്ലേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ആ ഒരു കമ്പാരിസൺ വരാനുള്ളൊരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ എന്നെ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അവർ പറയും ഇല്ല, ആ കൺസൾട്ടൻസി ഇത്രയല്ലേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറയും. ഇതിൽ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ സ്റ്റുഡൻസും പാരൻസും മനസ്സിലാക്കേണ്ട ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ബാക്കിയുള്ള കൺട്രീസിനെ പോലെയല്ല ജർമ്മനി. റൈറ്റ്. ജർമ്മനി ഈ പ്രോസസ്സിനെ പറ്റിയിട്ടും പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ട്രാൻസ്പാരൻറ്റുമായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അല്ല നിങ്ങൾ ജർമ്മനിയിൽ എത്തുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സഫർ ഓവർ ദർ. റൈറ്റ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, എൻമൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയൽ സിനാരിയോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് ഒരു 20-25 യൂണിവേഴ്സിറ്റീസ് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്ന് അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മേ ബി ഒരു 10-12 യൂണിവേഴ്സിറ്റി ആയിരിക്കും. അവരുടെ പ്രിഫറൻസും നമ്മുടെ എക്സ്പെർട്ടൈസും അവരുടെ ഒരു മാർക്ക് വെച്ചിട്ട് അവർ പറയുന്ന പ്രിഫറൻസ് മീറ്റ് ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ദ റിയൽ സിനാരിയോ ഹാപ്പനിങ് ഓവർ ദർ. റൈറ്റ്. അതിനുശേഷം നമ്മൾ ഒരു 10 യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്.
ഐഡിയലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വിൻ്റർ ഒരു വിൻ്റർ ഇൻടേക്കിലേക്കാണെന്നുണ്ടെങ്കിൽ ബിഫോർ ഡിസംബർ തൊട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ജാനുവരി തൊട്ടിട്ട് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഓൾമോസ്റ്റ് ഒരു 8 to 9 മന്ത്സിലേക്കുള്ള പ്രോസസ്സാണ്. 10 യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം എങ്കിൽ 10 ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതണം. നിങ്ങൾക്കിത് AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതായത് ഒറ്റ മോട്ടിവേഷൻ വെച്ചിട്ട് 10 യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ കോഴ്സിനനുസരിച്ചിട്ടും നമ്മളവിടെ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ടും നമ്മുടെ പ്രൊഫൈലിലുള്ള സർട്ടിഫിക്കേഷൻസിനനുസരിച്ചിട്ടും ഇത് മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു മോട്ടിവേഷൻ എഴുതണമെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിവെയർ ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് യു സംവെയർ ബിറ്റ്വീൻ 3,500 to 4,500 rupees. റൈറ്റ്. അപ്പോൾ 10 മോട്ടിവേഷൻ എഴുതാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 45,000 to 50,000 റുപ്പീസായി. പിന്നെ ഇത്രയും പ്രോസസ്സ് നമ്മളത് അതായത് ടെക്നിക്കാലിറ്റി ഒരുപാട് ഇൻവോൾവ് ആണ്. ഇവരുടെ CTS ഫോം ഫയൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് കേസസിൽ അങ്ങനെ ഞാൻ ഒരുപാട് ടെക്നിക്കലാവുന്നില്ല, കുറേ ടെക്നിക്കാലിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും നമ്മൾ ഇത്രയും പ്രിസിഷനോട് കൂടിയിട്ട് ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. റൈറ്റ്. ഈ പിന്നെ മോട്ടിവേഷൻ്റെ വിസേൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും മോട്ടിവേഷൻ ലെറ്ററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റിൻ്റെ കേസിലാണെങ്കിലും ഇത്രയും പ്രിസിഷൻ വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം കേരളത്തിലൊരു സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അധികം ഇവിടെ നടക്കുന്ന ഒരു മിഡിൽമാൻ ഗെയിമാണ്. അപ്ലിക്കേഷൻ്റെ ഒരു മിഡിൽമാൻ, അതായത് ഒരു കൺസൾട്ടൻസി ഒരു മിഡിൽമാനെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവർ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് എത്ര കുറഞ്ഞ പ്രൈസിന് വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഞാൻ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും അവർക്ക് വരുന്നില്ലല്ലോ. അവരുടെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഫയൽ എടുക്കുന്നു, എവിടെയോ ഇരുന്നിട്ട് അപ്ലൈ ചെയ്യുന്നത്, മേ ബി ചിലപ്പോൾ ജർമ്മനിയിൽ ഇരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ടീമായിരിക്കും. ബൾക്കായിട്ട് 200-300 ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന 1-2 യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ടീമിനെ അവർക്ക് കൊടുക്കുന്നു. വലിയ എഫേർട്ടൊന്നും വരുന്നില്ലല്ലോ. കിട്ടിയാൽ കിട്ടി, എന്താണെന്ന് വെച്ചാൽ പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അഡ്മിഷൻ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ പൈസ ചാർജ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. റൈറ്റ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടി. സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, എനിക്ക് ഈ എമൗണ്ടിന് ഇത് കിട്ടി. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം സ്റ്റാർട്ടാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് വൺസ് ലാൻഡഡ് ഇൻ ജർമ്മനിയാണ്. ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോ യുവർ കോഴ്സ്, നോ യുവർ യൂണിവേഴ്സിറ്റി, know what exactly you are going to get into, what type of university you are going to get into, what skills are you carrying to Germany. ഞാനിപ്പോൾ പോകുന്ന ഒരു സ്കിൽ സെറ്റ് വെച്ചിട്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയിലാണോ ഞാൻ നിൽക്കുന്നത്, അതിനുള്ള റോഡ് മാപ്പ് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ, വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഗോൺ എൻഡ് അപ്പ് ഇൻ ട്രബിൾ. ഇപ്പം ജർമ്മനിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ മാസ്റ്റേഴ്സ് മേ ബി ചിലപ്പോൾ സ്റ്റുഡൻ്റ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 2-3 വർഷം കൊണ്ടായിരിക്കും. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അങ്ങനെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1.5 years ഓഫ് സ്റ്റേ ബാക്ക്. ഇതിൻ്റെ ഉള്ളിൽ അവിടെ വേണ്ട പ്രോപ്പർ സ്കിൽ സെറ്റും ലാംഗ്വേജും നിങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് യു ഹാവ് ടു കം ബാക്ക്. ഇന്ന് അതങ്ങനെ ഒരുപാട് നമ്മൾ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജർമ്മനി എന്ന് പറഞ്ഞ ട്രെൻഡ് തുടങ്ങിയിട്ടൊരു 4-5 വർഷമായിട്ടുള്ളൂ. ബാക്കിൻ്റെ ഒരു 2021 പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റേ ബാക്ക് പീരീഡ് കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അവരൊന്നും ഈ സ്കില്ലില്ലാതെ തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷനിലേക്ക്, ഇപ്പോൾ UK എന്നൊക്കെ കാണുന്ന ഒരു സിനാരിയോയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സൂൺ നമ്മളങ്ങനെ എത്തിത്തുടങ്ങും. അപ്പം പ്രൈസിൻ്റെ മേലെ മാത്രം പാരൻസും സ്റ്റുഡൻസും കൺസേൺഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഗോയിങ് ടു ലോങ് റണ്ണിൽ നോക്കുന്ന സമയത്തേക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ദേ ആർ ഗോയിങ് ടു ലൂസ് ഔട്ട്. അങ്ങനെ ഒരു കാര്യം തന്നെ നമുക്കത് എടുത്തു പറയേണ്ടി വരും. ഇതിൽ സ്റ്റുഡൻസും പാരൻസും, അതായത് ഈ കോസ്റ്റിൻ്റെ കേസിൽ മാത്രം കാണാതെ പോകുന്ന ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡെഫിനറ്റായിട്ടും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊഫൈലായിരിക്കും, അല്ലെങ്കിൽ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അവർ ഈ മേ ബി ഒരു എക്സ്പേർട്ടൈസ് കുറവുണ്ട്, അതായത് പൈസ കുറച്ച് കിട്ടുന്നു എന്നുള്ള രീതിയിലേക്ക്, കുറച്ച് പ്രോസസ്സിങ് ഫീ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ട്രാൻസ്പാരൻ്റ് അല്ലാതെ പോകുന്ന സമയത്തേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള ചാൻസസും ഹൈ ആണ്. അതായത് റൈറ്റ് കാൻഡിഡേറ്റിന് റൈറ്റ് കോഴ്സ് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഫോർ ദാറ്റ് മാറ്റർ അഡ്മിഷനെ കിട്ടാതിരിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഈ റൈറ്റ് കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ റിസ്കി. അഡ്മിഷനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി റിസ്കി. വൈ? ബിക്കോസ് ദ കൺസൾട്ടൻസീസ് വിൽ സ്റ്റാർട്ട് പുഷിങ് ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഫയൽ എടുക്കുന്നുണ്ടാവുക. മോസ്റ്റ് ഓഫ് ദ 90-95% ഓഫ് ദ കൺസൾട്ടൻസീസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഫയൽ എടുക്കുന്നുണ്ടാവുക. പക്ഷേ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്തേക്ക് പറയും നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പബ്ലിക്കിൽ കിട്ടില്ല, വിൽ ഗെറ്റ് യു ആൻ അഡ്മിഷൻ ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അങ്ങനെ ഒരുപാട് കേസസ് നമ്മളടുത്തേക്ക് വരുന്നത് ഞാൻ കാണാറുണ്ട്. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് ആക്ച്വലി ഇതൊരു ലോങ് റണ്ണിലേക്ക് നിങ്ങളിതിനെ കണ്ടിട്ടില്ല. ഇഫ് യു ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി യു ആർ അപ് ടു ഓർ
whom you are going through, അങ്ങനെ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഓൺ എ ലൂസിങ് എൻഡ്. Yeah, they can even lose 6 months to 1 year. 6 months to 1 year, അതിലും കൂടുതൽ, അതായത് 2 വർഷമൊക്കെ മിസ്സായിട്ടായിട്ടുള്ള ആൾക്കാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. അതായത് ഡോക്യുമെൻറ്റ്സിൽ പ്രശ്നം വരുത്തിയിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് വന്നൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ APSന് അപ്ലൈ ചെയ്തിട്ട് 8 മാസമായി, APS ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളിവിടെ സ്റ്റുഡൻസിന് 18 ദിവസവും 20 ദിവസം, ഹാർഡ്ലി 1 month to 45 ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഡോക്യുമെൻറ്റ് 8 മാസമായിട്ട് ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അയാൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫിസിക്കലി, അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഫിസിക്കലി ഡൽഹിയിൽ കൊണ്ടുപോയിട്ടൊക്കെയാണ് ശരിയാക്കി കൊണ്ടുവന്നത്. ഐ വാസ് ലൈക്ക് വാട്ട്, ആകെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കേണ്ട ഒരു കേസേ ഉള്ളൂ. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ആരെടുത്തും നമ്മൾ കൊടുത്തയക്കാൻ പാടില്ലല്ലോ. സോ ദർ ആർ ലൈക്ക് ലോട്ട് ഓഫ് മിസ്ഇൻഫർമേഷൻ ഇസ് ഹാപ്പനിങ് അറൗണ്ട് ദിസ് ഓൾസോ. ഈ ഒരു കോസ്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട്. സോ സ്റ്റുഡൻറ്റ് ഷുഡ് ബി അവെയർ അബൌട്ട് ദിസ്. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ടു. പ്രോസസ്സിൻ്റെ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ദ കൺസൾട്ടൻറ്റ് ക്യാൻ ഫൂൾ ദ സ്റ്റുഡൻറ്റ്. Yes, that's what, yes.